നമസ്കാരം. ഹരീഷ് പേരടി പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഞാൻ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ദാസേട്ടന്റെ സൈക്കിൾ എന്ന സിനിമയായിരുന്നു. ഇത് NM മൂവീസിന്റെ നസീറുമായിട്ട് ചേർന്ന് ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ രചന എന്ന് പറയുന്നത് കഥ, തിരക്കഥ, സംഭാഷണം, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ A. ശാന്തകുമാറാണ്. ശാന്തന്റെ അവസാന സിനിമ സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി നാടകങ്ങളിലൂടെ മലയാളികൾക്ക് വളരെ പ്രശസ്തനായ മനുഷ്യനായിരുന്നു ശാന്തൻ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഭൂമിയിലെ മനോഹര സ്വകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമ. അതിലും ഞാനും ചെയ്തിട്ടുണ്ട്, നിഷ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ചെയ്ത സിനിമ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എഴുതിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. സ്ക്രിപ്റ്റിനോടുള്ള ഒരു വല്ലാത്ത ഒരു ആത്മബന്ധമായിരുന്നു. സത്യത്തിൽ ഞാനിതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയയിലേക്ക് കൂടി കടക്കാനുള്ള കാരണം അങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിച്ചേരുന്നത്. സിനിമയിലെ വിവിധ സന്ദർഭങ്ങളിലുള്ള ഒരു ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഒരു റിട്ടയർഡ് കണക്ക് മാഷായിട്ടുള്ള സ്കൂൾ അധ്യാപകന്റെ വേഷമാണ്. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിരവധി അധ്യാപകരെ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളെ പഠിപ്പിച്ച ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് ഒരുപാട് ആളുകൾ റെസ്പെക്ട് ചെയ്യുകയും എന്നാൽ അവർക്കിടയിൽ തന്നെ ബഹുമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വളരെ ജനകീയനായി ജീവിക്കുന്ന ചില അധ്യാപകരുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ അപ്പു മാഷ്. അപ്പൊ ഈ അപ്പു മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂട്ടുന്നതും കിഴിക്കുന്നതും എല്ലാം കണക്കിൽ ചെയ്യിക്കുന്നവൻ ജീവിതത്തിൽ ഒന്നാമനാകും എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കിഴക്കുന്ന ഒരു കണക്കുണ്ടല്ലോ, ആ കണക്കിന്റെ ഒരു രീതിയിൽ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാലോ, നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും കൂട്ടലുകളും കിഴിക്കലുകളും നടത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പുതപ്പിൻ്റെ നിന്ന് പുറത്തേക്ക് വരിക. പിന്നെ ആ കണക്ക് കൂട്ടിയ കണക്കൊക്കെ ശരിയായിക്കൊള്ളുന്നില്ല. വീണ്ടും ആ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വീണ്ടും കണക്കുകൾ തെറ്റും. അപ്പൊ അത്തരം ഒരു കണക്കിലൂടെയാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളെ പോലെ തന്നെയാണ്. പലപ്പോഴും നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളായി നിൽക്കാറുണ്ട്. പക്ഷെ ഇടതുഭാഗത്തൊരു 1 വരുമ്പോൾ നമ്മളത് 10ഉം, പിന്നീട് നമ്മളെ പോലെയുള്ള വിലയില്ലാത്ത കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ചേരുമ്പോൾ അത് 100ഉം 1000ഉം ലക്ഷങ്ങളുമായി മാറുമ്പോൾ വലിയ വിലയുള്ളവരായും നമ്മൾ മാറാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്കെല്ലാം പരിചിതമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെ, എന്നാൽ ഒട്ടും പരിചിതമല്ലാത്ത ചില വഴികളിലൂടെ ആണ് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെയാണ് കഥയാണ് ഇതിലെ നായകൻ എന്ന് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ വളരെ പ്രശസ്തരായ നമ്മളെ മലയാളത്തിലെ നിരവധി ആർട്ടിസ്റ്റുകൾ, ഇന്ദ്രൻ സേട്ടനോട് എത്തിയിട്ടില്ല, ഇന്ദ്രൻ സേട്ടൻ ചെയ്തിട്ടുണ്ട്, ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, സെന്തിൽ കൃഷ്ണ, നിഷ സാരംഗ്, ആമിന, പിന്നെ അതുപോലെ ഇവിടെ വരാത്ത സനൂജ, അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം വിഷ്ണു ഇതിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. വിഷ്ണുവിന്റെ സത്യത്തിൽ അന്ന് ശാന്തൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശാന്തനാണ് വിഷ്ണുവിനെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ വിഷ്ണു ചെയ്താൽ നന്നായിരിക്കും എന്നോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുന്നത്. ഏതായാലും ഞങ്ങള് ഈ സിനിമ ഞാനും ശാന്തനും കൂടി ഡിസ്കസ് ചെയ്ത സമയത്ത് 10-30 വർഷമായിട്ട് സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ശ്യാമ. അപ്പം ഞാൻ ശ്യാമിനോട് ഇത് പറഞ്ഞപ്പോൾ ശ്യാമ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വിളിക്കുകയായിരുന്നു. സത്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ആ എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള സമയമായില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിലുള്ള ഒരു ആഗ്രഹവും വർഷങ്ങളായി മൂടി വെച്ച് ആരോടും പറയാത്തൊരാഗ്രഹവും പുറത്തേക്ക് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നസീർ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ 2 ഷെഡ്യൂളുകളിലായിട്ട് ഈ സിനിമ പൂർത്തിയാക്കാൻ പറ്റി. ഡിസംബർ 4-ന് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിലൂടെ മാത്രം തന്നെ ഞങ്ങൾക്ക് ഇനി ഒരു സിനിമ എന്ന രീതിയിൽ തിയേറ്ററിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
അപ്പം പൂർണ്ണമായും നിങ്ങളുടെ പിന്തുണ ക്ഷണിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഹലോ ശ്യാമൻ എൽ പി. എല്ലാവർക്കും നമസ്കാരം. വളരെ വർഷങ്ങളായി ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് ജോലി ചെയ്തത്. അപ്പോൾ കുറേ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം ക്യാമറമാൻ്റെ ഒക്കെ ഒപ്പവും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒപ്പം ഒക്കെ എനിക്ക് അന്ന് അവർ വർക്ക് ചെയ്ത സിനിമകളിൽ എനിക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ ആകാൻ സാധിച്ചു. അതിലൂടെ എനിക്ക് എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്ന ഒരു സിനിമ എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു ലൈഫിലൊരു സിഗ്നേച്ചർ എന്നുള്ള ഒരു രീതി, അതായത് നമ്മൾ എന്നും അത് സിഗ്നേച്ചറായിട്ടുണ്ടാവും ഒരു സംവിധാനം സിനിമ ചെയ്യുക എന്നുള്ളത്. ആ ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ സാധിച്ചത് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ സുഹൃത്തും വളരെ കാലത്തെ സുഹൃത്തായ ശ്രീ ഹരീഷ് പേരടിയും നസീറും അവരിലൂടെയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ശാന്തകുമാർ അദ്ദേഹം നമ്മളോട് കൂടെ ഇന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷന്റെ കാര്യവുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് മനസ്സിലിങ്ങനെ അത് നമ്മളൊരു പ്രാവശ്യം കേട്ടാലും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഒരു സമയത്താണ് എന്നോട് ഇദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംവിധാനം ചെയ്തുകൂടാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചത്. അതിലൂടെ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ ഇതിൽ വന്ന് അവരുടെ ഒപ്പം എന്താ പറയുക ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എല്ലാം പറ്റി. നല്ലൊരു പ്രത്യേക ഒരു വളരെ നല്ലൊരു സബ്ജക്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഹീറോ ശരിക്കും ഇതിൽ. ആ സബ്ജക്റ്റിലൂടെ ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നു. അപ്പുമാഷിന്റെ ജീവിതം, ആ ജീവിതത്തിലൂടെയാണ് എല്ലാ ക്യാരക്ടേഴ്സും വരുന്നത്. വളരെ നല്ലൊരു എപ്പോഴും നമ്മൾ മലയാളി പ്രേക്ഷകർ നല്ലതിനെ ഇരു കൈകളിലൂടെ സ്വീകരിക്കുന്ന മലയാളി പ്രേക്ഷകരാണ് നമ്മുടെ. ഈ സിനിമയും അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഗാനങ്ങൾ, വളരെ സംഭവ ബഹുലങ്ങളായ ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. വളരെ എല്ലാ ആർട്ടിസ്റ്റുകളും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. മലയാളികൾ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം. എല്ലാവരും അതിനുള്ള സപ്പോർട്ട്, ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിൽ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് വേണം. താങ്ക് യു.